ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പത്തിരിയും അതുപോലെ മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എണീറ്റ് വന്നപ്പോഴേക്കും സ്വന്തം വീട്ടിലാവുമ്പം സുബഹി നിസ്കരിച്ചിട്ട് പിന്നെയും നമ്മൾ കുറച്ച് നേരം ഉറങ്ങുമല്ലോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങിയതിന് ശേഷം എണീറ്റപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഏകദേശം കഴിക്കുമ്പോൾ ടൈം 8 മണി 8:30 ആ ഒരു ടൈമിലായിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അത് കഴിഞ്ഞപ്പം നമ്മൾ ക്ലീനിങ്ങിനായിട്ട് നിന്നു കേട്ടോ. ഇന്ന് വീട്ടിൽ സൽക്കാരം കല്യാണം കഴിഞ്ഞ മൂത്തപ്പൻ്റെ മോനും മരോളും പിന്നെ ഓലെ വീട്ടുകാരൊക്കെ വിളിക്കുന്ന ഒരു സൽക്കാരം തന്നെയാണ് കേട്ടോ. അപ്പം എൻ്റെ ഉമ്മാൻ്റെ ഇടലോലും ഉപ്പാൻ്റെ ഇടലോലും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ സൽക്കാരമായതുകൊണ്ട് തന്നെ രാവിലെ എല്ലാവരും വരുന്നതിന് മുമ്പായിട്ട് ക്ലീനിങ്ങൊക്കെ തീർക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വേഗം ചൂലെടുത്തിട്ട് അകത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് വിരിച്ചിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് അകടിച്ചാരി തുടക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ബാക്കിയുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ്. അല്ലാത്ത ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ ഫ്രൈ ചെയ്യണം. പിന്നെ തലേന്ന് രാത്രി ഞാനൊരു 12 മണി ആയപ്പോൾ ഞാൻ പുഡിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ആ ഒരു ടൈം ആയതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു എന്നുള്ളത് സത്യം. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നീറ്റായിട്ട് വിരിച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇതാ അടിച്ചുവാരി എടുക്കുകയാണ് കേട്ടോ. ഞാൻ അടിച്ചുവാരുന്നതിനനുസരിച്ച് നെയ്ന് അവിടെ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ ഒന്ന് അകമൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ മേമക്കും ഉമ്മാക്കും പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫൊക്കെ കേക്ക് പിന്നെ അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ കാട ഉണ്ടായിരുന്നു കേട്ടോ. കാടിയും അതേപോലെ മീൻ ഇത് എല്ലാം കൂടി ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഡൈനിങ് ഹാളും കൊലായും റൂമൊക്കെ നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാടയിലേക്കുള്ള ഫ്രൈ ചെയ്യാനുള്ള മസാല ഒന്ന് കൂട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മസാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ മസാലയൊക്കെ കാടയിലൊക്കെ നല്ല പോലെ തേച്ച് പിടിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. ഇനി വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പിസ്ത വെള്ളമാണ് കേട്ടോ. പിസ്തയിലേക്ക് കസ്കസും കുറച്ച് ആപ്പിളിൻ്റെ കഷ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടതൊക്കെ കൂടി ആക്കിയിട്ട് പിസ്ത വെള്ളം റെഡിയാക്കുന്നുണ്ട്. പിന്നെ അമ്മായികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരമ്മായി ബീഫ് ഉണ്ടാക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. ഒരമ്മായി ആണെങ്കിൽ നമ്മുടെ കസ്റ്റാർഡ് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കുറച്ച് നേരം നമ്മൾ കാടൊക്കെ ഒന്ന് മസാല കൂട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ചെറി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിക്ക് രാവിലത്തെ പത്തിരിയും ബീഫൊക്കെ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാട പൊരിക്കലും മീൻ ഫ്രൈ ചെയ്യലൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പൊതുവേ എന്നും പറയും പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളേ. അങ്ങനെ മീൻ ഫ്രൈയും ഒക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സൽക്കാരത്തിന് വിളിച്ചവരും വന്നു. അപ്പോഴേക്കും നമുക്ക് അവർക്ക് വെൽക്കം ഡ്രിങ്കും കൊടുത്തു. പിന്നെ അവർ ഉച്ചയത്തെ ഫുഡും കഴിച്ചാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂടി വന്നോലെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അവർക്കുള്ള പുഡിങ്ങും കസ്റ്റാർഡൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.